Hello, in this section we are discussing about the Equatorial rainy tropics. നമ്മൾ ഒത്തിരി റീജിയൻസിനെ പറ്റിയിട്ട് മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് റീജിയൻസിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റീജിയൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫിസിക്കൽ റീജിയൻസ്, കൾച്ചറൽ റീജിയൻ ആൻഡ് കോമ്പിനേഷൻ റീജിയൻ. അതായത് ഫിസിക്കലും കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരുപോലെ വരുന്ന കുറച്ച് റീജിയൻസ് ഉണ്ട്. അത്തരത്തിലുള്ള കോമ്പിനേഷൻ റീജിയൻസിന് എക്സാമ്പിളാണ് ട്രോപ്പിക്കൽ റെയിനി ട്രോപ്പിക്സ്, മെഡിറ്ററേനിയൻ, അതുപോലെ ടുൻഡ്ര, ടൈഗ, ഡെസേർട്ട് റീജിയൻ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റ്. ഫസ്റ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എവിടെയെന്നൊക്കെ നോക്കാം. The rainforest biome is typically found between the Tropic of Cancer and Tropic of Capricorn. The equatorial tropical rainforest is found within 5 degrees north and south of equator. The greatest extent is found in the lowlands of Amazon, Congo, Malaysia and East Indies. 200 years ago, tropical rainforests covered 10% of the Earth's surface. This has declined to approximately 5% coverage today. However, around 50% of all living organisms are found here. In distribution പറയുന്നെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇടയിലുള്ള ഭാഗത്തിനെയാണ് ട്രോപ്പിക്കൽ റെയിനി ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് റെയിൻ ഫോറസ്റ്റ് ആണ്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കണ്ടുവരുന്നത് ഇക്വേറ്ററിന് തൊട്ട് മുകളിലും താഴെ, അതായത് 5 ഡിഗ്രി നോർത്ത് മുതൽ 5 ഡിഗ്രി സൗത്ത് വരെയുള്ള ആ ഭാഗത്തിലാണ് പ്രധാനമായിട്ടും ഇക്വറ്റോറിയൽ റെയിനി ട്രോപ്പിക്സ് കണ്ടുവരുന്നത്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സൗത്ത് അമേരിക്കയിലെ ആമസോണിൽ, ആഫ്രിക്കയിലെ കോങ്കോയിൽ, ഇനി ഏഷ്യയിൽ വരുന്നെങ്കിൽ മലേഷ്യയിലും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിൽ ഈസ്റ്റ് ഇൻഡീസ് ഭാഗങ്ങളിലുമാണ്. ഇനി 200 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് അല്ലെങ്കിൽ എർത്ത് സർഫസിൽ 10% ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ 5% മാത്രമാണ് അതിൻ്റെ കവറേജ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ എർത്തിലുള്ള ടോട്ടൽ ലിവിങ് ഓർഗാനിസംസ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ 50% ലിവിങ് ഓർഗാനിസംസും ജീവിക്കുന്നത് ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റ് ബയോമിലാണ്. സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടേക്കാണെന്ന് നോക്കാം. The tropical South America subregion comprising of Colombia, French Guiana, Suriname, Guyana, Venezuela, Ecuador, Peru, Bolivia, Paraguay, Brazil represents the greatest concentration of the tropical rainy forest in the world, with approximately 885 million hectares in the Amazon basin and another 85 million hectares in the Orinoco and Parana watershed complex. സൗത്ത് അമേരിക്കയിൽ ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് 2 പ്രവിശ്യകളിലാണ്. ഒന്നാമത്തത് ആമസോൺ ബേസിനിലും രണ്ടാമത്തത് ഒർണിക്കോ ആൻഡ് പരാന വാട്ടർഷെഡ് കോംപ്ലക്സിലുമാണ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും രാജ്യങ്ങളത് കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും കവർ ചെയ്ത് കാണുന്നുണ്ട്. ആഫ്രിക്കയുടെ കാര്യം പറയുന്നെങ്കിൽ ആഫ്രിക്കയിൽ പ്രധാനമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ 3 ഭാഗങ്ങളിലാണ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കോങ്കോ ബേസിനാണ്. കോങ്കോ ബേസിൻ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിൽ കണ്ടുവരുന്ന പോർഷനാണ്. ഇനി രണ്ടാമതായിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ കണ്ടുവരുന്നത് ഗുനിയൻ ഫോറസ്റ്റിലാണ്. ആൻഡ് ദിസ് ഗുനിയൻ ഫോറസ്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റ് ആഫ്രിക്ക ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം സൈറോ ലിയോൺ ടു കാമറൂൺ. മറ്റൊരു സ്ഥലത്ത് കണ്ടുവരുന്നത് ഈസ്റ്റേൺ ആഫ്രോ മൊണ്ടൈൻ ആണ്. ഇത് സ്പാൻ ചെയ്യുന്നത് എത്തോപ്യയിലും സദേൺ ആഫ്രിക്ക വരെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് കോസ്റ്റൽ ഫോറസ്റ്റ് ആണ്. അത് ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കെന്യ തൊട്ട് മൊസാംബിക് റീജിയൻ വരെയാണ്. ഇതിനു പുറമെ ഇന്ത്യൻ ഓഷൻ ഐലൻഡ്സിലും മഡഗാസ്കറിലും ഒക്കെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കണ്ടുവരുന്നുണ്ട്. ഇനി മറ്റു ഭാഗങ്ങളെന്ന് പറയുന്നത് സാൻസിബാർ ഐലൻഡ്സിലും അതുപോലെ മലഗാസീരെ ഈസ്റ്റേൺ പാർട്ടിലും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കണ്ടുവരുന്നുണ്ട്. Southeast Asia. Most tropical rainforest in Asia is found in Indonesia, the Malay Peninsula. It includes Malaysia, Thailand, Myanmar, and Laos and Cambodia. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ലായോസ്, കംബോഡിയ തുടങ്ങിയ ഭാഗങ്ങളിലാണ്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്. ഇനി ഈ ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ പറ്റിയിട്ട് നോക്കാം.
It is dominated by maritime tropical air masses. ഓഷ്യനിൽ നിന്ന് വരുന്ന ട്രോപ്പിക്കൽ എയർ മാസ് അല്ലെങ്കിൽ മാരിടൈം എയർ മാസസ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. The climate is characterized by uniform high temperature and heavy precipitation spread over the whole year. വർഷം മുഴുവൻ ലഭിക്കുന്ന യൂണിഫോം ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹെവി പ്രസിപ്പിറ്റേഷനുമാണ് ഇവിടുത്തെ പ്രത്യേകത. The regular land and sea breezes assist in maintaining a true equatorial climate. ഇനി അവിടെ ഒരു നല്ല രീതിയിലുള്ള ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് വരുന്ന ലാൻഡ് ആൻഡ് സീ ബ്രീസ് ആണ്. ആൻഡ് ദ ഹ്യൂമിഡിറ്റി ഈസ് മോർ ദാൻ 80%. ഹ്യൂമിഡിറ്റി 80% മുകളിലാണ് ഈ പ്രദേശത്ത് കണ്ടുവരുന്നത്. ടെമ്പറേച്ചർ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ഇയർ. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ ഈ ഒരു പ്രദേശത്ത് കമ്പാരിറ്റീവ്ലി യൂണിഫോം ആയിട്ടാണ് കാണുന്നത്. The mean monthly temperature is around 27 degrees Celsius with very little variation. Average temperature എന്ന് പറയുന്നത് മന്ത്ലി ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മൈനർ ആയിട്ടുള്ള വേരിയേഷൻസ് മാത്രമേ ഈ ഒരു ടെമ്പറേച്ചറിന് വരാറുള്ളൂ. These regions are called land of continuous summer. വർഷം മുഴുവൻ ഇവിടെ മീൻ ടെമ്പറേച്ചർ ആൾമോസ്റ്റ് സിമിലർ ആയിട്ട് കാണപ്പെടുന്നതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് കണ്ടിന്യൂസ് സമ്മർ എന്നാണ്. ആൻഡ് ദർ ഈസ് നോ വിന്റർ സീസൺ ഹിയർ ആൻഡ് ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ പെക്യുലാരിറ്റി ഓഫ് ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ്. Cloudiness and heavy precipitation moderate the daily temperature. ഇനി ടെമ്പറേച്ചറിനെ മോഡറേറ്റ് ചെയ്യുന്ന മറ്റു രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഹെവി പ്രസിപ്പിറ്റേഷനും ഒപ്പം തന്നെ ക്ലൗഡിനെസ്സുമാണ്. റെഗുലർ ലാൻഡ് ആൻഡ് സീ ബ്രീസ് അസിസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് എ ട്രൂലി ഈക്വബിൾ ക്ലൈമറ്റ്. The diurnal range of temperature is small and so is the annual range. ഒരു ദിവസത്തെ ടെമ്പറേച്ചർ റേഞ്ച് മാക്സിമം മിനിമം ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, വളരെ നെലിജിബിൾ ആണ്. അതുപോലെ തന്നെയാണ് ആനുവൽ റേഞ്ചിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. Precipitation. ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞതുപോലെ precipitation വളരെ ഹെവിയാണ്. വർഷം മുഴുവൻ ത്രൂ ഔട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള precipitation ആണ് ഇക്വറ്റോറിയൽ റെയിനി ഫോറസ്റ്റിൽ ലഭിക്കുന്നത്. The average rainfall is above 150 cm and in some regions the annual average may be as high as 250 to 300 cm. ഇവിടുത്തെ ഒരു ആവറേജ് റെയിൻഫാൾ എന്ന് പറയുന്നത് ആനുവലായിട്ട് ഒരു 150 സെന്റിമീറ്ററോളം മഴ ഈ പ്രദേശത്ത് ലഭിക്കുന്നുണ്ട്. പക്ഷെ ചില പ്രദേശങ്ങളിൽ ചില പോക്കറ്റ്സിൽ 250 മുതൽ 300 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. There is no month without rain. മഴയില്ലാത്ത ഒരു മാസം പോലും ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഇല്ല. അതായത് ഡ്രൈ സീസൺ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ് ഇക്വറ്റോറിയൽ റീജിയനിലെ പ്രത്യേകത. The monthly average is above 6 cm most of the times. ഇനി മന്ത്ലി റെയിൻഫോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ 6 സെന്റിമീറ്റർ ആണ് മന്ത്ലി ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത്. There are 2 periods of maximum rainfall. 2 പീരീഡ്സിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, ഏപ്രിലും ഒക്ടോബറിലും. ഇക്നോക്സ് കഴിഞ്ഞു വരുന്ന മാസങ്ങളാണ് ഏപ്രിലും ഒക്ടോബറും. അപ്പോൾ ആ മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ മഴ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ ലഭിക്കുന്നത്. ഇനി ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജൂണിലും ഡിസംബറിലുമാണ്. അപ്പോൾ സോളിസ്റ്റിക്സ് ആണ് പ്രത്യേകത എന്ന് പറയുന്നത്. സമ്മർ സോളിസ്റ്റിക്സും വിന്റർ സോളിസ്റ്റിക്സും ആ 2 മാസങ്ങളിൽ മഴ അവിടെ കുറവാണ് ലഭിക്കുന്നത്. The double rainfall peaks coinciding with the equinox are a characteristic feature of the equatorial climates not found in any other type of the climate. ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഡബിൾ റെയിൻഫോൾ പീക്ക് ഉണ്ട്. ഇത് ഇക്വിനോക്സുമായിട്ട് കോയിൻസിഡ് ചെയ്യുന്നുമുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ മറ്റൊരു രീതിയിലുള്ള ക്ലൈമറ്റിലോ ബയോംസിലോ കാണുന്നേ ഇല്ല. There is much evaporation and convectional air currents that are followed by heavy thunderstorm in the afternoon. ഇവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവോപ്പറേഷൻ റേറ്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൺവെക്ഷണൽ എയർ കറൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. കൺവെക്ഷണൽ എയർ കറൻസിന്റെ ഭാഗമായിട്ട് കൺവെക്ഷണൽ റെയിൻഫോൾ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഒരു റെയിൻഫോളിന്റെ പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷം ഹെവി തണ്ടർസ്റ്റോംസ് ആണ് ഇതിന്റെ പ്രത്യേകത. നാച്ചുറൽ വെജിറ്റേഷൻ. High temperature and abundant rainfall support luxuriant tropical rainy forest. 2 പ്രത്യേകതകൾ പറഞ്ഞു. ക്ലൈമറ്റിന്റെ ഹൈ ടെമ്പറേച്ചർ ആണ്, അബൻഡന്റ് ആയിട്ടുള്ള റെയിൻഫോൾ ലഭിക്കുന്നുണ്ട്. അത് രണ്ടും തന്നെ ലക്ഷറന്റ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
In the Amazon lowlands, the forest is so dense that it is called selva. Selva means a dense tropical rainy forest usually having a cloud cover, that means a dense canopy. ഈ ആമസോൺ ലോലാൻഡ്സിൽ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആണ്, അതുകൊണ്ട് അതിനെ സെൽവ എന്നാണ് വിളിക്കുന്നത്. സെൽവ എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള കെനോപ്പി ആയിട്ടുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ വിളിക്കുന്ന പേരാണ്. Unlike the temperate regions, the growing season here is all the year round. Seeding, flowering, fruiting, decaying do not take place in a seasonal pattern. മറ്റു ചില പ്രദേശങ്ങളെ പോലെ, പ്രത്യേകിച്ച് ടെമ്പറേറ്റ് റീജിയൻസിനെ പോലെ ഒന്നുമല്ല ട്രോപ്പിക്കൽ റെയിനി ഫോറസ്റ്റിന്റെ ഗ്രോയിങ് സീസൺ എന്ന് പറയുന്നത്. ഒരു വർഷത്തിലെ എല്ലാ ദിവസവും അവിടെ ഗ്രോയിങ് സീസൺ ആണ്. സീഡിങ്ങിന് പ്രത്യേക ടൈമോ, ഫ്ലവറിങ്ങിന് പ്രത്യേക ടൈമിങ്ങോ, ഫ്രൂട്ടിങ്ങിന് പ്രത്യേക ടൈമിങ്ങോ, ഡിക്കേയിങ്ങിന് പ്രത്യേക ടൈമിങ്ങോ ഒന്നും ഇല്ല. ഒരു സീസണൽ പാറ്റേണും അത് ഫോളോ ചെയ്യുന്നില്ല. വർഷത്തിൽ എല്ലാ ദിവസവും അവിടെ ചെടികൾ പുഷ്പിക്കുകയും ഡീക്കേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. The Equatorial vegetation comprises of multitude of evergreen trees that yield tropical hardwood. Equatorial vegetation region പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി എവർഗ്രീൻ ട്രീസ് കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ ഹാർഡ്വുഡ് yield ചെയ്യുന്ന ട്രീസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് എബണി, ഡൈവുഡ്, മഹാഗണി തുടങ്ങിയവയാണ്. Many parts of the tropical rainforest have been cleared either for lumbering or shifting cultivation. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ മിക്ക പ്രദേശങ്ങളും മനുഷ്യർ ലംബറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, തടി മുറിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് വേണ്ടിയിട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. In the coastal areas and brackish swamps, mangrove forests thrive. ഇനി കോസ്റ്റൽ റീജിയൻസിലും ബ്രാക്കിഷ് സ്വാംസിലും വരികയാണെങ്കിൽ അവിടങ്ങളിൽ മാംഗ്രൂവ് ഫോറസ്റ്റും കണ്ടൽക്കാടുകൾ കണ്ടുവരുന്നുണ്ട്. A great variety of plants can be found in tropical rainforests. Some examples of the rainforest plants include kapok trees, palm trees, stranglers, fig trees, orange trees, ferns and orchids. ഒത്തിരി ടൈപ്പ് പ്ലാന്റ്സ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കണ്ടുവരുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പാം ട്രീസ്, ഓറഞ്ച് ട്രീ, ഫേൺ, ഓർക്കിഡ്സ്, കപ്പോക് ട്രീസ് തുടങ്ങിയവയാണ്. There are three primary layers in the tropical rainforest. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ പ്രധാനമായിട്ടും 3 ലെയറാണ് കണ്ടുവരുന്നത്. The uppermost layer is called canopy. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിനെ canopy എന്ന് വിളിക്കുന്നു. The second or middle layer is called understory. ഇനി canopyക്ക് തൊട്ട് താഴെ വരുന്ന അധികം മരങ്ങളൊന്നും അധികം തിക്ക് അല്ലാതെ കാണപ്പെടുന്ന മിഡിൽ പോർഷനെ understory എന്ന് വിളിക്കപ്പെടുന്നു. The lowermost layer is called forest floor. ഏറ്റവും തൊട്ട് താഴെ കാണപ്പെടുന്ന ലെയറിനെ forest floor എന്നും വിളിക്കുന്നു. Canopy. From the air, the tropical rainforest appears like a thick canopy of foliage broken only where it is closed by the large rivers or cleared for vegetation. ഒരു ഏരിയൽ വ്യൂവിൽ നോക്കുമ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒരു തിക്ക് കനോപ്പി, ഒരു തിക്ക് അംബ്രല പോലെ നമുക്ക് അപ്പിയർ ചെയ്യും. ഇനി ചില ഭാഗത്ത് മാത്രമാണ് ആ കനോപ്പി കാണാത്തത്. ഏതെങ്കിലും ലാർജ് റിവേഴ്സ് ക്രോസ് ചെയ്ത ഭാഗത്തും ഒപ്പം തന്നെ ഡിഫോറസ്റ്റേഷൻ നടന്നിട്ടുള്ള ഭാഗത്ത് കൾട്ടിവേഷൻ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമായിരിക്കും കനോപ്പി കാണാത്തത്. The uppermost layer is called canopy. ഫോറസ്റ്റിന്റെ ഏറ്റവും അപ്പർമോസ്റ്റ് ലെയർ ആണ് കനോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് മോസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ മോസ്റ്റ് ഓഫ് ദ പോർഷൻസിലും കനോപ്പി ഉണ്ട്. Enormous trees are as tall as 150 feet tall form an umbrella canopy, and in this layer that blocks out most of the sunlight for plants in the lower layers. 150 ഫീറ്റ് ആണ് ഇവിടെ കാണപ്പെടുന്ന ട്രീസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതൊരു അംബ്രല പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് സൺലൈറ്റിനെ അത് ബ്ലോക്ക് ചെയ്യും, താഴോട്ടുള്ള ലെയേഴ്സിൽ സൺലൈറ്റ് കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. The smaller trees beneath the form the next layer. ഇനി അതിനെക്കാട്ടും ഹൈറ്റ് കുറഞ്ഞ ട്രീസ് ആണ് അടുത്ത ലെയറിൽ കാണപ്പെടുന്നത്. All plants struggle upwards, most epiphytes for sunlight, resulting in a peculiar layer arrangement. താഴോട്ട് സൺലൈറ്റ് അധികം എത്താത്തത് കൊണ്ട് തന്നെ എപ്പിഫൈറ്റ്സും അല്ലെങ്കിൽ മറ്റു പ്ലാന്റ്സും ഒക്കെ സൺലൈറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിലായിരിക്കും. എപ്പിഫൈറ്റ് എന്താണെന്ന് നോക്കാം. An epiphyte is a plant that grows harmlessly upon another plant. മറ്റൊരു ചെടിയിലേക്ക് ഒരു ദോഷവും വരുത്താതെ ആ ചെടിയിൽ ജീവിക്കുന്ന പ്ലാന്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് derives its moisture and nutrients from the air, rain and sometimes from the debris accumulating around it. ഇനി ഇത്തരത്തിലുള്ള എപ്പിഫൈറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും ന്യൂട്രിയൻസും മോയ്സ്ചറും ഒക്കെ അബ്സോർവ് ചെയ്യുന്നത് എയറിൽ നിന്നും റെയിൻ വാട്ടറിൽ നിന്നും ചില സമയത്ത് അതിന് ചുറ്റുമുള്ള ഡബ്രീസിൽ നിന്നും ആയിരിക്കും. ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിലെ കനോപ്പിക്ക് ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇത് ഗ്രൗണ്ട് വ്യൂ ആണ്. ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് എടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്. ഇനി മുകളിൽ നിന്ന് ഏരിയൽ വ്യൂ ആണ് ഈ കാണുന്നത്.
ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിന്റെ പ്രത്യേകതയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞു. അതായത് മറ്റു വൃക്ഷങ്ങളിൽ അധിവസിക്കുകയും പക്ഷേ ആ വൃക്ഷങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത ചെടികൾ, പ്രത്യേകിച്ച് അത് സൺലൈറ്റിന് വേണ്ടിയിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ കണ്ടുവരുന്ന കുറച്ച് എപ്പിഫൈറ്റ്സ് ആണ്. ഓർക്കിഡ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. Understory. The second or middle layer is called understory. കനോപ്പിക്ക് തൊട്ട് താഴെ കാണപ്പെടുന്ന ലെയർ ആണ് സെക്കൻഡ് സ്റ്റോറി അല്ലെങ്കിൽ understory അല്ലെങ്കിൽ middle layer. And this layer is primarily composed of smaller trees along with ferns and vines. ഈ ലെയറിന്റെ പ്രത്യേകത കനോപ്പിയുടെ അത്ര ഹൈറ്റ് ഉള്ള ട്രീസ് അല്ല, കമ്പാരിറ്റീവ്ലി സ്മോളർ ട്രീസ് ആണ് ഇവിടെ കണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഒത്തിരി ഫേൺസും വൈൻസും ഒക്കെ കണ്ടുവരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന രണ്ട് ഇമേജസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി ഫേൺസ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. Many of the plants that we have in our home come from this level of rainforest. ഇന്ന് വീടുകളിൽ വളർത്തുന്ന മിക്ക ചെടികളും വന്നിട്ടുള്ളത് റെയിൻ ഫോറസ്റ്റിലെ അണ്ടർസ്റ്റോറി റീജിയനിൽ നിന്നാണ്. Since the plants don't receive much sunlight or rainfall, they can adapt nicely to a home environment. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന്റെ പ്രത്യേകത അതിനധികം സൺലൈറ്റോ റെയിൻഫോളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈസിലി ആയിട്ട് അത് ഹോം എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ആവും. ഫോറസ്റ്റ് ഫ്ലോ. The lowermost layer is called forest floor. It is covered with decomposing leaves and other forest detritus. ഫോറസ്റ്റ് ഫ്ലോറിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഡീകമ്പോസ് ചെയ്തിട്ടുള്ള ലീവ്സും ഒപ്പം തന്നെ ഫോറസ്റ്റ് ഡെട്രിറ്റോസും ആണ്. അതായത് പ്ലാന്റ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയസുമാണ്. This matter decomposes very rapidly in the hot, warm conditions and send much needed nutrients back into the forest soil. ഈ ഒരു കണ്ടീഷൻ, അതായത് ഹോം വാം കണ്ടീഷൻ പെട്ടെന്ന് തന്നെ ഡീകമ്പോസിഷന് സഹായിക്കുകയും അതിലുള്ള ന്യൂട്രിയൻസിനെ ഫോറസ്റ്റ് സോയിലിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. The ground is rooted with the ferns and herbaceous plants which can tolerate shade. ഗ്രൗണ്ടിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഫേൺസും അതുപോലെ തന്നെ ഹെർബേഷ്യസ് പ്ലാന്റ്സുമാണ്. അത് ഷെയ്ഡിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ കണ്ടുവരുന്നത്. The floor is relatively clear of vegetation due to the deep darkness created by canopy vegetation above, so undergrowth is not dense. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ അണ്ടർഗ്രോത്ത് കുറവാണ്. അത് താഴെ ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് കുറവാണ്. കാരണം അത്രത്തോളം സൺലൈറ്റോ റെയിൻഫോൾ ഒന്നും തന്നെ താഴെ എത്തുന്നില്ല. അതുകൊണ്ട് ഡീപ്പ് ഡാർക്ക്നെസ് ഉള്ളത് കൊണ്ട് അവിടുത്തെ അണ്ടർഗ്രോത്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ക്ലിയർ ആയിട്ടുള്ളൊരു വെജിറ്റേഷൻ ആണ് അവിടെ കാണപ്പെടുന്നത്. Multiple species. In spite of dense forests, countries in equatorial regions are net importers of timber. ഒത്തിരി സ്പീഷീസ് നമ്മുടെ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ കണ്ടുവരുന്നുണ്ടെങ്കിലും ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് ഉള്ള കൺട്രീസൊക്കെ അവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ടിമ്പർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Though the tropics have great potential in timber resources, commercial extraction is difficult. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒത്തിരി റിസോഴ്സസ് അവർക്കുണ്ടെങ്കിൽ തന്നെയും കൊമേഴ്ഷ്യലായിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വളരെയധികം ഡിഫിക്കൽട്ടാണ്. മൾട്ടിപ്പിൾ സ്പീഷീസ് ഓഫ് ട്രീസ് ഒക്കർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു സ്ഥലത്ത് തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ട്രീസ് വളരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഇപ്പം മഹാഗണി എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂക്കാലിപ്സ് എന്ന് പറയുന്ന ഒരൊറ്റ പ്ലാന്റ് മാത്രമായിട്ട് ഒറ്റ ട്രീ മാത്രമായിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എല്ലാം കുറേ ട്രീസ് ഒത്തിരി ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. കാരണം ബൾക്കായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കണം എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഇതിൽ സാധ്യമാവത്തില്ല. Many of the tropical hardwood, very heavy, do not float readily on water, and this makes transportation an expensive matter. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഹാർഡ്വുഡ് എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. അത് വെള്ളത്തിൽ പെട്ടെന്നൊന്നും തന്നെ ഫ്ലോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ലംബറിങ് ആക്ടിവിറ്റി നടത്തുന്നതിനെക്കാട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ആ രാജ്യങ്ങൾക്ക് കുറച്ചുകൂടെ ലാഭകരം. Wildlife. The tropical rainforests are home to a variety of plants and animal species in the world. It is very diverse. Animals include a variety of mammals, birds, reptiles, amphibians, and insects. ലോകത്ത് കണ്ടുവരുന്ന 50% ജീവികളും കാണപ്പെടുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലാന്റ് വെറൈറ്റീസും ആനിമൽ സ്പീഷീസും ഇവിടെ കണ്ടുവരുന്നുണ്ട്. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള മാമൽസും ബേർഡ്സും റെപ്റ്റൈൽസും ആംബിബിയൻസും ഇൻസെക്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ കൂടെയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കണ്ടുവരുന്നത് മങ്കീസ്, ഗൊറില്ലാസ്, ജോഗോസ്, ആൻറ്റിറ്റേഴ്സ്, ലമേഴ്സ്, സ്നേക്സ്, ബാറ്റ്, ഫ്രോഗ്,
ബട്ടർഫ്ലൈസ്, ആൻഡ്സ് എല്ലാം കണ്ടുവരുന്നുണ്ട്. ഇനി റെയിൻ ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ക്രീച്ചേഴ്സിന് പ്രത്യേകതകളുണ്ട്. അത് ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ നമുക്ക് 2 ഫ്രോഗിൻ്റെ ഇമേജസ് കാണാം. രണ്ടും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ്. ഡിസ്റ്റിൻറ്റീവ് മാർക്കിങ്സ് അതിനുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഗ്രാസ്പിംഗ് അപ്പൻഡേജസ്, അതായത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, മരത്തിലെ കള്ളി പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ആനിമൽസിനുണ്ട്. These traits help the animals to adapt to the life in the rainforest. ഈ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ആനിമൽസിനെ ആ ഒരു സിറ്റുവേഷനുമായിട്ട്, ആ ഒരു റീജിയനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. The rain tropics is a home to 2000 different animal species. There are about 427 mammal species, 1300 bird species, 427 amphibians, 3000 fish species and 378 reptile species. In addition to this, there are over 2 million insect species in the Amazon rainforest. 1 in 5 of the bird species lives in this rainforest. വേൾഡിൽ കണ്ടുവരുന്ന 5 പക്ഷികൾ ഒരു പക്ഷി ഈ വൈൽഡ് ലൈഫിൽ ജീവിക്കുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് 5 എടുക്കുന്നെങ്കിൽ അതിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കണ്ടുവരുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. അത്രയും ബേർഡ്സും ആനിമൽസും കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ ലെയേഴ്സിൽ കണ്ടുവരുന്ന സ്പീഷീസിനും പ്രത്യേകതകളുണ്ട്. കനോപ്പി ലെയറുള്ള സ്പീഷീസിന്റെ പ്രത്യേകത നോക്കാം. The canopy layer is home to a number of bird species who are well adapted to the living high up in the forest. കനോപ്പി ലെയറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബേർഡ് സ്പീഷീസ് ആണ്. ഈ ബേർഡ് സ്പീഷീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഹൈറ്റിൽ ജീവിക്കാൻ വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് ഇവിടെ കണ്ടുവരുന്നത്. ടോക്കൻസ് ആൻഡ് പാരൻസ് ആർ ദ 2 സച്ച് എക്സാമ്പിൾ. പാരറ്റും ടോക്കനാണ് ഈ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നത്. അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ വെറൈറ്റി ഓഫ് മങ്കി സ്പീഷീസ് ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പൈഡർ മങ്കിയാണ്. അതാണ് സ്പൈഡർ മങ്കി. Species in understory. The understory is a home to a number of small reptiles, birds and mammal species. ഈ അണ്ടർസ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്മോൾ റെപ്റ്റൈൽസും മാമൽ സ്പീഷീസും ബേർഡ്സുമാണ്. ഈ സ്പീഷീസ് ഹാവ് അഡാപ്റ്റഡ് ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ആൻഡ് precipitation that this level receives. ഈ ലെവലിൽ റിസീവ് ചെയ്യുന്ന സൺലൈറ്റിനും precipitation അനുസരിച്ചാണ് ആ സ്പീഷീസും അഡാപ്റ്റ് ആയിട്ടുള്ളത്. എക്സാമ്പിൾസ് ഓഫ് സ്പീഷീസ് ലിവിംഗ് ദിസ് ലെയർ ഇൻക്ലൂഡ് ബോക്കൺസിസ്റ്റോ. ബോക്കൺസിസ്റ്റോ എന്ന് പറയുന്നത് ഈ പാമ്പാണ്. ആൻഡ് വേരിയസ് ഫ്രോഗ് ആൻഡ് സം കാറ്റ് സ്പീഷീസ് ലൈക്ക് ദ ജാഗ്വാർ. Species in the forest floor. The forest floor level is a home to larger animals in the rainforest like the rhinoceros. Larger animals ന്റെ ഒരു ഹോം ആണ്, അല്ലെങ്കിൽ അഡാപ്റ്റഡ് റീജിയൻ ആണ് ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയും. അതിന് ഉദാഹരണമാണ് റൈനോസേഴ്സ്. മെനി ഇൻസെക്ട്സ് ഓൾസോ ലിവ് ഓൺ ദിസ് ലെയർ. ഇനി ഏറ്റവും കൂടുതൽ ഇൻസെക്ട്സ് കണ്ടുവരുന്നതും ഈ ഒരു ലെയറിലാണ്. Various species of bacteria and fungi are especially prevalent since they help to decompose the forest detritus. ഇനി വിവിധങ്ങളായിട്ടുള്ള ബാക്ടീരിയ ഫംഗസും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ഒരു റീജിയനിലാണ്. കാരണം എന്ന് പറയുന്നത് അത് ഡീകമ്പോസിന് ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇനി ബാക്കി കുറച്ച് പ്രത്യേകതകൾ കൂടെ നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഹ്യൂമൻ അഡാപ്റ്റേഷനൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.